ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എത്ര പെട്ടെന്നല്ലേ നോമ്പൊക്കെ കഴിഞ്ഞു പോകുന്നത്. ഇതിപ്പം 15 നോമ്പായി. 14ാമത്തെ നോമ്പിൻ്റെ അന്നത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. കറി എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പച്ചി എത്തിയിട്ട് വേണം. അതായത് ആൾ വരുമ്പോഴാണ് ചിക്കൻ കൊണ്ടുവരിക. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പച്ചി വരുമ്പോഴേക്ക് ഇതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മൾ ചീരാക്കഞ്ഞിയാണ് കേട്ടോ വെക്കുന്നത്. നീസു ഇന്ന് വെറും കരഞ്ഞുകൊണ്ടേനിപ്പാ, ഇന്ന് വെറും കരച്ചിലേനിപ്പാ. ഇന്നിപ്പം നിഷും ഉപ്പച്ചൊക്കെ ഒന്നിച്ചാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ ചിക്കൻ കിട്ടിയ ഉടനെ തന്നെ നമ്മളതൊക്കെ കഴുകി സെറ്റാക്കിയതാ, മസാലയൊക്കെ വഴറ്റി കുക്കറിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് വേവിച്ചാൽ അവിടെ കിടന്നിട്ട് കറി അങ്ങോട്ട് ആയിക്കോളുമല്ലോ. ഈയിടെയായിട്ട് കറണ്ടിന് കുറച്ച് നോളാവൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ജ്യൂസ് പെട്ടെന്ന് തന്നെ അടിച്ചു വെക്കും. നോക്കണ്ട, ആപ്പിൾ ജ്യൂസ് തന്നെയാണ് എന്നും. ആപ്പിൾ തീർന്ന സ്ഥിതിക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് സെറ്റ് ആക്കണം, വേറെ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ആക്കാം. ഓക്കെ, തൊലി കളയണത് കണ്ടിട്ട് അന്തം വിടണ്ട, എനിക്ക് ഇങ്ങനെ കളയാൻ കഴിയുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറേ ശ്രമിച്ച് നോക്കുന്നുണ്ട്, ഇങ്ങനെ മൊത്തത്തിൽ ആപ്പിൾ പിടിച്ചിട്ട് തന്നെ ജസ്റ്റ് കളയാൻ വേണ്ടിയിട്ട്. ബട്ട് അങ്ങനെ കഴിയണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണത്. ആപ്പിളൊക്കെ കട്ട് ചെയ്ത സ്ഥിതിക്ക് അവിടേക്ക് ഒന്ന് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് നമ്മളിതാ നേരെ ജ്യൂസ് അടിക്കുവാണ് കേട്ടോ. അതപ്പം നമ്മളവിടെ ക്ലീൻ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കിടത്ത് അവിടെ അങ്ങോട്ട് കിടക്കും. പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് വേണം ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ കൂടെ തന്നെ ഓരോന്ന് ആക്കി വരലാണേ. നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം നമ്മളെ വാണിംഗ് ചെയ്യല്ലോ. അതുപോലെ ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസം. സോ എന്താ പറയുക, ഓവർ സ്ട്രെസ് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നി. അതായത് ഒരു ജസ്റ്റ് 1 ഡേ മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് ബോഡിയൊക്കെ അങ്ങോട്ട് ഓക്കെ ആയതിനു ശേഷം മാത്രം അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ 13ാമത്തെ നോമ്പിൻ്റെ വ്ളോഗ് മിസ്സായത്. ആപ്പിൾ ജ്യൂസ് ഒക്കെ അങ്ങോട്ട് സെറ്റായി വന്നപ്പോഴേക്ക് ഇവിടെ നമ്മൾ ചീരാക്കഞ്ഞി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും തിളച്ച് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കുക്കറിലല്ല, റൈസ് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. സോ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ തേങ്ങ ചിരവുവാണ്. ചീരാക്കഞ്ഞിക്കും കറിക്കും ഒക്കെ വേണമല്ലോ. ഐബുട്ടനാണെങ്കിൽ ഒരു തേങ്ങാമുറി കൊണ്ട് നടക്കുകയാണ്, ചോദിച്ചിട്ട് തരുന്നില്ല. ഈയിടെയായിട്ട് കുറച്ച് കുശുമ്പത്തരം കൂടിയിട്ടുണ്ട് കേട്ടോ. തേങ്ങാമുറിയും പിടിച്ചെടുക്കുക. നിൽക്കരുത്, ഇത് സ്വതന്ത്രനാണ്. നല്ല പിടിച്ചെന്നാ ഇല്ല ഇല്ലെങ്കിൽ വേണ്ട. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഐബുട്ടൻ ഈയിടെയായിട്ട് എന്നും സ്വതന്ത്രനാണ് കേട്ടോ. അതാണ് ഞാൻ അവിടെ മൊത്തം ബ്ലറാക്കി വെക്കണത്. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ കോപ്പി റൈറ്റ്, ക്ലെയിം, സ്ട്രൈക്ക് എന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. എന്നിപ്പം നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഈ ചൂടത്ത് ചപ്പാത്തിയാണോ എന്ന് ചോദിക്കേണ്ട, നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്നൊന്ന് ഉണ്ടാക്കി നോക്കുക എന്താണ് അതിൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. സോ ചപ്പാത്തിയിലോട്ട് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള കറിയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ അവിടെ വറുത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ ചീരാക്കഞ്ഞി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അതിലേക്കുള്ള ആ ഒരു തേങ്ങയും കൂടെ നമുക്ക് ഇങ്ങോട്ട് അരച്ചെടുക്കാം. അരക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അരക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി വെക്കുക. അങ്ങനെ തേങ്ങയും നല്ല ജീരകവും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരും, നല്ല രസമാണ് കേട്ടോ ആ സ്മെല്ലിന്. നമ്മൾ റേഷനരി ആയതുകൊണ്ട് തന്നെ എളുപ്പമുണ്ടത് വേവാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു കുക്കറിൽ വേവിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. നമ്മൾ ഫുള്ള് കുക്കർ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഇന്നിപ്പോൾ ഒന്ന് വെറൈറ്റിക്ക് റൈസ് കുക്കറിലാക്കി നോക്കിയതാണ്. ആ ടേസ്റ്റ് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നവർക്ക് അത് മനസ്സിലാവും, അല്ലാത്തവർക്കൊക്കെ ഒരേമാതിരി തന്നെ ഇക്കാരം. അങ്ങനത്തെ നമ്മൾ ആ അരപ്പൊക്കെ അതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം അങ്ങോട്ട് തിളച്ച് അതവിടെ കിടന്നിട്ട് അങ്ങോട്ട് സെറ്റ് ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ മറ്റേ തേങ്ങ വറുത്ത് വെച്ചിരുന്നല്ലോ, അതായത് കറിക്കുള്ളത്, അതും കൂടെ അങ്ങോട്ട് അരച്ചെടുക്കാം. ഈ ഒരു ടൈം ആയപ്പോഴേക്ക് അതും നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും. അതിൻ്റെ മൂടിയൊക്കെ അങ്ങോട്ട് പൊങ്ങി ആകെ മൊത്തം സീനാകും. കഴിഞ്ഞ റമളാന് മുന്തിരി പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിക്കുമല്ലോ, അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ചൂടാറാണ്ട് ഒന്നും മരക്കാൻ പോകരുത്. കറി പിന്നെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കൂടെ അങ്ങോട്ട്
അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടുമിക്ക ആൾക്കാരുടെയും വീട്ടിലെ അവസ്ഥ ഇപ്പോൾ ഇതായിരിക്കും, രാവിലെ തുടങ്ങും എന്തൊപ്പം ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് തന്നെയാണ് ഇവിടെ കേട്ടോ. എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിട്ട് ലാസ്റ്റ് എത്തിയത് ഇന്നിപ്പോൾ ചപ്പാത്തിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ലേറ്റായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ രാവിലെയൊക്കെ ആക്കി വെക്കലുണ്ട്. നമ്മൾ കറക്റ്റ് ഒരു ഡിസിഷൻ എടുത്ത് വന്നപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമാണ് ഈ ഒരു ചപ്പാത്തിയൊക്കെ അങ്ങോട്ട് തട്ടിക്കൂട്ടി സെറ്റ് ആക്കുന്നത്. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എന്നെ ഇഷ്ടമല്ലാത്ത പോലെ എനിക്കും ഇഷ്ടമല്ല കേട്ടോ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ചപ്പാത്തിന് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ചപ്പാത്തിക്ക് ഇനിയും അത്ര വലിയ ഇഷ്ടമില്ല. സോ എൻ്റെ പരത്തലും കുഴക്കലും ഒക്കെ കണ്ടാൽ നിങ്ങൾ ആകെ അന്തം വിട്ടു പോകും. ബട്ട് ചുടാൻ ഞാൻ നല്ല എക്സ്പേർട്ടാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് അതങ്ങോട്ട് കാണിക്കാം. പക്ഷേ വന്നപ്പോൾ സ്നാക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാൻ പോയില്ല. വയ്യേനും ഉണ്ടാക്കാനും തോന്നൂല. ചിലപ്പോൾ ഒക്കത്തിന് നമുക്കൊരു തോന്നലാണല്ലോ, ആ തോന്നൽ ഇങ്ങോട്ട് വന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയില്ല. നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഒന്നിച്ച് നോമ്പ് തുറക്കുമ്പോൾ അത് വേറൊരു വൈബാണ് കേട്ടോ. കഴിഞ്ഞ റമളാനിൽ അനിയത്തിയും അനിയനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ റമളാനിൽ രണ്ടുപേരും എബ്രോഡാണ്. ഇത്തവണ ഓലെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അവരവിടെ ഹാപ്പിയാണ്, സെറ്റായിട്ട് ഇരിക്കുവാണ്. അത് തന്നെയാണ് നമ്മുടെ സന്തോഷവും. നമ്മുടെ ഹാപ്പിനെസ് കാണാൻ പറ്റാതെ കുശുമ്പും കുഞ്ഞായ്മയായിട്ട് നമുക്ക് ചുറ്റും കുറേ ആൾക്കാരുണ്ടാവും. അവരുടെ കണ്ണിലോ കുതന്ത്രങ്ങളിലോ ഒന്നും പെട്ടു പോവാണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.